ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്. നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ യോഗ്യത അനുസരിച്ച് ചെറിയൊരു ലിമിറ്റ് ആയിരിക്കും ആദ്യം അനുവദിച്ച് കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞ ലിമിറ്റ് ആണെങ്കിൽ നമ്മുടെ സ്പെൻഡിങ് പവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിച്ച പല പ്രൊഡക്റ്റും നമുക്ക് വാങ്ങാൻ സാധിക്കാതെ വരും. കാരണം നമുക്ക് ലിമിറ്റ് കുറവാണ്. നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വരെയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യും തോറും നമ്മുടെ യൂട്ടിലൈസേഷൻ ഹൈ ആവുകയും അങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാൻ കാരണമാവുകയും ചെയ്യും. സോ നമ്മളുടെ ഒരു സ്പെൻഡിങ് അനുസരിച്ച് നമുക്ക് അത്യാവശ്യം ഇനഫായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഉയർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പേഴ്സണൽ കുറച്ച് എക്സ്പീരിയൻസ് ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് SBI കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ലിമിറ്റ് ഞാൻ കൂട്ടിയെടുത്തിരുന്നു. അതെങ്ങനെ ഞാൻ കൂട്ടിയെടുത്തു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായും കാണുക. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്താണ് ക്രെഡിറ്റ് ലിമിറ്റ്? നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അതൊരു എമൗണ്ട് അനുവദിച്ച് കിട്ടും. അതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. ആ ഒരു തുക വരെ നമുക്ക് മാക്സിമം ആ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് മുകളിലേക്ക് ഒരു 5-10% നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓവർ ലിമിറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. എപ്പോഴും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ടാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എനിക്ക് 50,000 രൂപ ലിമിറ്റ് കിട്ടിയെന്ന് കരുതി വേറൊരാൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കും സെയിം എമൗണ്ട് തന്നെ കിട്ടണം എന്നില്ല. കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ചായിരിക്കും ലിമിറ്റ് അനുവദിച്ച് കിട്ടുന്നത്. ലൈക്ക് നമ്മളുടെ ഇൻകം, അതുപോലെ തന്നെ നമ്മളുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, നമുക്ക് വേറെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോരുത്തർക്കും അവരുടെ യോഗ്യത അനുസരിച്ചൊരു ക്രെഡിറ്റ് ലിമിറ്റ് അനുവദിച്ച് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ ആദ്യമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് കുറവായിരിക്കും. പിന്നീട് നമ്മളൊരു റെസ്പോൺസിബിൾ ബോറോവർ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ബാങ്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ലിമിറ്റ് ഉയർത്തി തരികയായിരിക്കും ചെയ്യുന്നത്. ഇതാണ് മിക്ക ബാങ്കിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ SBI കാർഡ് പോലെയുള്ള ചില കാർഡ് കമ്പനികൾ നമുക്ക് ലിമിറ്റ് കൂട്ടി തരാറില്ല. നമ്മൾ ആദ്യം എടുത്ത ലിമിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും പലപ്പോഴും നമുക്ക് ലിമിറ്റ് കൂട്ടി തരിക. നമുക്ക് ഉയർന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഗുണങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഹൈ സ്പെൻഡിങ് പവർ കിട്ടും. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണം, EMI ആയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണോ അത്രയും എമൗണ്ട് നമുക്ക് നമ്മുടെ ലിമിറ്റിൽ അവൈലബിൾ ലിമിറ്റ് ആയിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഉയർന്ന ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്പെൻഡിങ് പവർ കിട്ടും. നമുക്ക് വലിയ വലിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ EMI ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. യൂട്ടിലൈസേഷൻ റേഷ്യോ 30% കൂടുതലാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. നമ്മുടെ സിബിൽ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാണാം. അതെപ്പോഴും 30% താഴെ കീപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. സോ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറവാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപ മാത്രമാണ് ലിമിറ്റ്, നിങ്ങളൊരു 12,000 രൂപയോളം മാസം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടുതലായിരിക്കും. സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. അതേസമയം നമുക്ക് ഉയർന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനും നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉയർന്ന ലിമിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പല കാര്യങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗുണങ്ങളായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ദോഷങ്ങളിലേക്ക് വന്നിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓവർ സ്പെൻഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഓവർ സ്പെൻഡിങ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഉയർന്ന ലിമിറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ വ്യക്തി ലൈഫ് സ്റ്റൈലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കും. കയ്യിൽ പണം ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് ഒരു ഡേറ്റ് ട്രാപ്പിൽ പോയി പെടും. സോ ഉയർന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഈ രീതിയിൽ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത അതുപോലെ തന്നെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റുള്ള ഒരു വ്യക്തിക്കാണ് കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടി കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഫുൾ എമൗണ്ടായിട്ട് നമ്മൾ റീപേ ചെയ്യുക. മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടക്കാതിരിക്കുക. ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക. അതുകൊണ്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അങ്ങനെ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു റെക്കോർഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ ടൈം പീരീഡ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടി കിട്ടാനുള്ള സാധ്യത കൂടും. നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടാനായിട്ട് മാനുവലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് അവർ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
കാര്യമാണ് നമ്മുടെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി. സോ നല്ലൊരു ഹിസ്റ്ററി ബിൽഡ് ചെയ്യുക. ടിപ്പ് നമ്പർ 2, ക്രെഡിറ്റ് കാർഡ് റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കൂട്ടി കിട്ടാനുള്ള സാധ്യത കുറവാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യണമെന്നല്ല. നമ്മുടെ റെഗുലർ എക്സ്പെൻസൊക്കെ സാധാരണ UPI പേയ്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ പകരം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക. എന്നിട്ട് ആ ഒരു ബില്ല് പേ ചെയ്യുക. ലൈക്ക് നമ്മുടെ ഗ്രോസറി പർച്ചേസ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റുകൾ, അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടക്കുക. അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ റെഗുലറായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 30% താഴെയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ സ്പെൻഡ് ചെയ്യണമെന്ന് കരുതി ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. പലരും അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ലിമിറ്റ് കൂട്ടി കിട്ടുമെന്നൊക്കെ കരുതുന്നവർ. അത് തെറ്റാണ്. എപ്പോഴും യൂട്ടിലൈസേഷൻ 30% താഴെയായിട്ട് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നല്ലൊരു റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്തു, നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്തു, യൂട്ടിലൈസേഷൻ റേഷ്യോ ലോ ആയിട്ട് കീപ്പ് ചെയ്തു, നമ്മൾ റെഗുലറായിട്ട് കാർഡ് ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾ ഓരോ ടൈം ഫ്രെയിമായിട്ട് ഇങ്ങനെ ലിമിറ്റ് കൂട്ടി കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്കും ലിമിറ്റ് കൂട്ടിത്തരും. മിക്ക ബാങ്കും അങ്ങനെ കൂട്ടി തരാറുണ്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ HDFC ബാങ്ക് ഒക്കെ എല്ലാ വർഷവും നമുക്ക് ലിമിറ്റ് കൂട്ടി തരാറുണ്ട്. എനിക്ക് 20,000 രൂപയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ലിമിറ്റ് ഉണ്ട്. അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് കൂട്ടി തന്നത്. പിന്നെ ചില ബാങ്കുകളൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി തരികയില്ല. നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണം. സോ നമുക്കിങ്ങനെ കൂട്ടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാനുവലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അതിന് പല ഒരു ക്രൈറ്റീരിയ വരും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കാർഡ് എടുത്ത സമയത്തേക്കാൾ നിങ്ങളുടെ സാലറി കൂടി, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം വർദ്ധിച്ചു, നിങ്ങൾ പുതിയൊരു ജോബിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങളുടെ പുതിയ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ പുതിയ IT റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാനുവലി ബാങ്കിനോട് ലിമിറ്റ് കൂട്ടി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ബ്രാഞ്ച് വഴി റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ പല ബാങ്കിൻ്റെയൊക്കെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിൽ മാനുവലി ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കേസിൽ SBI കാർഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ മാനുവലി റിക്വസ്റ്റ് ചെയ്താണ് എൻ്റെ കാർഡ് ലിമിറ്റ് കൂട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കൂട്ടി കിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യം ഒരു SBI ക്യാഷ് ബാക്ക് കാർഡ് എടുത്തിരുന്നു. ഒരു 2 വർഷം മുൻപാണെന്ന് തോന്നുന്നു. അതിനുശേഷം ആ കാർഡ് ഞാൻ ക്ലോസ് ചെയ്തു. കാരണം ലിമിറ്റ് കുറവായിരുന്നു. പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. പിന്നീട് ഞാൻ ഈയിടക്ക് കാർഡ് എടുത്തപ്പോഴും അന്നുണ്ടായിരുന്ന സെയിം ലിമിറ്റ് തന്നെയാണ് എനിക്ക് അപ്രൂവ് ആയി കിട്ടിയത്, 50,000 രൂപ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീക്ക് ഞാനത് അപ്ഗ്രേഡ് ചെയ്തു, 90,000 രൂപയിലേക്ക് ഉയർത്തി. അത് ഞാൻ മാനുവലി ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് തരാനായിട്ട് ആപ്പ് വഴി റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ ലിമിറ്റ് കൂട്ടിയെടുത്തത്. അതിനെപ്പറ്റി വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം. ടിപ്പ് നമ്പർ 5, നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ബാങ്കിനും ഇഷ്ടം ഒരു ക്രെഡിറ്റ് സ്കോർ 750 മുകളിൽ, സിബിൽ ആണെങ്കിൽ 750 മുകളിലുള്ളവരാണ്. സോ നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. സ്കോർ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ, മറ്റ് ഫാക്ടേഴ്സ് കൂടി പോസിറ്റീവായിട്ട് നിലനിർത്തുക. നല്ലൊരു റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, ഡ്യൂ വരാതെ നോക്കുക, യൂട്ടിലൈസേഷൻ 30% താഴെയായിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ നല്ലൊരു ക്രെഡിറ്റ് സ്കോറും നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും മെയിൻറ്റെയിൻ ചെയ്യുക. സ്ട്രോങ് ആയ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് മോർ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൂട്ടി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി കുറച്ച് ബോണസ് ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ലിമിറ്റ് കൂട്ടാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു വട്ടം റിക്വസ്റ്റ് ചെയ്തു, അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും മിനിമം ഗ്യാപ്പ് എടുത്ത് മാത്രം ലിമിറ്റ് കൂട്ടി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ ക്രെഡിറ്റ് കാർഡ് പറ്റുന്നതും ക്ലോസ് ചെയ്യാതെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി അവിടെ റിമൂവ് ആയി പോകും. സോ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ്, പഴയ ക്രെഡിറ്റ് കാർഡ് ആക്റ്റീവായിട്ട് നിലനിർത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിബിൽ സ്കോർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. എറേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക. ഇനി ഞാൻ എൻ്റെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ലിമിറ്റ് എങ്ങനെ കൂട്ടിയെന്ന് നോക്കാം. ഞാൻ SBI കാർഡ്സിൻ്റെ മൊബൈൽ ആപ്പിൽ നമുക്ക് ലിമിറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴിയാണ് ഞാൻ ഇത് കൂട്ടിയെടുത്തത്, ലിമിറ്റ് കൂട്ടിയെടുത്തത്. 50,000 രൂപയിൽ നിന്നും 90,000 രൂപയിലേക്കാണ് എനിക്ക് ഉയർത്തി കിട്ടിയത്. നമ്മൾ ലിമിറ്റ് കൂട്ടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ITR ഡോക്യുമെൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ചോദിക്കാം. എൻ്റെ കേസിൽ ഇത് രണ്ടും ചോദിച്ചില്ല. പകരം എൻ്റെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ആക്സസ് ആണ് ചോദിച്ചത്. നമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു OTP വഴി നമ്മുടെ ബാങ്കിൻ്റെയൊക്കെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് അഗ്രഗേറ്റർ അവർ ഉപയോഗിക്കുന്നുണ്ട്, SBI കാർഡ്സ്. അതുവഴി OTP via എൻ്റെ ഒരു ബാങ്ക്, ഞാൻ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് കൊടുത്തില്ല, ഞാൻ അല്ലാതെ ഉപയോഗിക്കുന്നൊരു എൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ഒരു ആക്സസ് ചെയ്യാൻ കൊടുത്തു. അതിനുശേഷം അവർ ആക്സസ് വഴി ചെക്ക് ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് ലിമിറ്റ് കൂട്ടി കിട്ടി. എന്നിട്ട് ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് അഗ്രഗേറ്ററിൽ ലോഗിൻ ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുത്ത ആക്സസ് ഞാൻ റിമൂവ് ചെയ്തു. കാരണം നമ്മളിങ്ങനെ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ വഴി നമ്മളുടെ അക്കൗണ്ടിൻ്റെ ആക്സസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇത്ര വർഷത്തേക്കാണ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത്. അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും 2029 വരെ അല്ലെങ്കിൽ 2030 വരെയൊക്കെ നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് കൊടുക്കുന്നത്. അവരത് പിന്നീടും ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഡാറ്റ അവർ പല ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ലിമിറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞ് ഉയർത്തി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പേയ്മെൻറ്റ് അഗ്രഗേറ്ററിൽ ലോഗിൻ ചെയ്തിട്ട് ഞാൻ കൊടുത്ത ആ ഒരു ആക്സസ് ഞാൻ റിവോക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ SBI കാർഡ്സ് അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ SBI കാർഡ് കിട്ടിയ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ കണ്ടവർക്കറിയാം, അന്ന് ലിമിറ്റ് 80,000 രൂപയായിരുന്നു. ഇപ്പോൾ നിലവിൽ അത് അവൈലബിൾ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് 90,000 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. SBI കാർഡ്സിൻ്റെ കേസിൽ നമുക്ക് ഇവരുടെ ആപ്പ് വഴി തന്നെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തി കിട്ടാനായിട്ട്. ഇവിടെ നമുക്ക് ഹോം പേജിൽ താഴെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. അവൈൽ എ ന്യൂ കാർഡ്, ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ്, പ്രൊഡക്ഷൻ പ്ലാൻസ്. ഇതിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് എടുക്കുക. ലിമിറ്റ് ഇൻക്രീസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ നിലവിലെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് അവിടെ കാണാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര രൂപയിലേക്കാണോ ലിമിറ്റ് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് മാക്സിമം. അതിനുശേഷം താഴെ നമുക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് നൽകുക. ഇപ്പോൾ നിലവിൽ എൻ്റെ കേസിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല, സോറി എന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ IT റിട്ടേൺ ഫയൽ ചെയ്ത് ഡോക്യുമെൻറ്റ് ചോദിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻകം പ്രൂഫ് നമ്മുടെ സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതും അല്ലെങ്കിൽ എൻ്റെ കേസിൽ വന്നതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാനായിട്ട് പേയ്മെൻറ്റ് അഗ്രഗേറ്റർ വഴി ഒരു പെർമിഷൻ അവർ ചോദിക്കും. സിമ്പിളാണ്, ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ എൻ്റെ കേസിൽ ഞാനത് ഈ ലിമിറ്റ് കൂട്ടിയതിന് ശേഷം ആ ഒരു പേയ്മെൻറ്റ് അഗ്രഗേറ്ററിൻ്റെ വെബ്സൈറ്റ് വഴി അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഞാൻ കൊടുത്ത ആക്സസ് ഞാൻ റിമൂവ് ചെയ്തു. കാരണം നമ്മൾ ഇത്ര വർഷത്തേക്കാണ് ഇവർക്ക് ആ പെർമിഷൻ കൊടുക്കുന്നത്. അവർ റെഗുലറായിട്ടൊക്കെ കയറി നമ്മുടെ ട്രാൻസാക്ഷൻ പാറ്റേണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാകാം, ഡാറ്റ പല ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. സോ ഈ രീതിയിൽ SBI കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്ന്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി